കൂട്ടുകാരെ, അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ, പ്ലീസ് ഒന്ന് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ മിനിയൂട്ടിയുടെ ബാക്കി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് കളിക്കാനുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അവിടെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മൾ അങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു. നമുക്ക് എല്ലായിടത്തും ഒന്നും കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇവിടെ അഫ്രീൻ ദീനെ ആദ്യം തന്നെ മറ്റേ ചാടിക്കയറുന്ന സംഭവത്തിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ ഈ പ്രേതത്തിൻ്റെ സംഭവത്തിനകത്താണ് നമ്മൾ കയറിയത്. 4 എണ്ണം ഉണ്ട്, പ്രേതം, പിന്നെ മിറർ, അങ്ങനത്തെ 4 എണ്ണം ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കയറിയത് പ്രേതത്തിൻ്റെയാണ്. അഡ്വഞ്ചറായിരുന്നു. ഫസ്റ്റ് ടൈമൊക്കെ പേടിക്കും. ഞാൻ ഒട്ടും പേടിച്ചതേ ഇല്ല. അത് വേറെ കാര്യം, ഞാൻ ഭയങ്കര ധൈര്യമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് പേടിക്കാതെ ഞാൻ അതിൽ നിന്ന് ഞാനും പിന്നെ അനിയത്തി രണ്ടുപേരും വെച്ചാണ് കയറിയത്. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പെട്ടിക്കകത്ത് ആൾ കിടന്നിട്ട് ഇങ്ങനെ പൊട്ടിക്കുക എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. അതിനുശേഷം നമ്മുടെ എക്സ്പ്രഷൻ അറിയാൻ വേണ്ടി ഷിയാനക്കായും ഷിയാനൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ കൂളായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം അവരിറങ്ങി വന്നു. ഷിയാനയ്യേ എന്താണോ ഇതൊന്നും ഒരു പ്രശ്നമില്ലെന്ന് പറയുമ്പോൾ ശാലിയൊക്കെ പറയുന്നുണ്ട് ആ വീഡിയോക്കകത്ത് എല്ലാം ഉണ്ടെന്ന്. അതിനുശേഷം നമ്മൾ 3D അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട്, ഫോൺ അലൗഡാണ്, പക്ഷെ നമുക്ക് അതിങ്ങനെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഫോണൊക്കെ എടുത്ത് പോക്കറ്റിലൊക്കെ വെച്ചിട്ടാണ് ഇരുന്നത്. അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾ വന്നത് കണ്ണാടി, ഫുള്ള് കണ്ണാടി. നമ്മൾ എവിടെ നോക്കിയാലും കണ്ണാടി. നമുക്ക് റൂട്ട് മാപ്പ് ഒന്നും അറിയത്തില്ല. തലയൊക്കെ പോയി വന്ന് ഇരിക്കുമായിരുന്നു. അതും കൊള്ളായിരുന്നു. ഒരു 1 ടൈം എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം. പക്ഷെ ആ ടൈം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഏത് വഴി കൂടെ പോയാലും നമുക്ക് നമ്മളെ തന്നെ കാണാം. അതിനുശേഷം നമ്മൾ വന്നത് ഒരു റൗണ്ട് സംഭവം. നമ്മൾ നിൽക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ കറങ്ങും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ദാണ്ട് ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകണം. അങ്ങനെ പോകാൻ നേരത്തെ വൻ ട്രാഫിക്കിൻ്റെ കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇലക്ഷൻ്റെ ജയിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പാട്ടും കൂത്തൊക്കെയാണ്. എന്ത് സഹിക്കാൻ മക്കൾ, ഈ പാട്ട് എനിക്ക് സഹിക്കാൻ പറ്റൂല. നിങ്ങൾക്ക് പറ്റുമോ? അതിനുശേഷം നമ്മൾ പോകുന്നത് കോഴിക്കോട് ബീച്ചിലോട്ടാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇത് കണ്ടത്. പ്ലീസ് അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് ഉള്ള ആൾക്കാരൊന്നും ഇത് ചെയ്യരുത്. കാരണം ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.